ഇന്ന് കർത്താവ് സുപരിചിതമായ സംഘാലയത്തിൽ കടന്നു വന്ന് അവളുടെ ആവശ്യം ഒന്നും പരിഗണിക്കാതെ സാധാരണ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഒന്നിൽ അവരുടെ നിലവിളി കേട്ട് കർത്താവെ കരുണ ചെയ്യണമേ എന്ന് അന്ധനും കുഷ്ഠരോഗിയുമൊക്കെ നിലവിളിച്ച് അവരെ തൊട്ട് സൗഖ്യമാക്കാറുണ്ട്. അല്ല എങ്കിൽ ശിഷ്യന്മാരുടെ ശുപാർശ അനുസരിച്ച് കഴിഞ്ഞ ആഴ്ച അതാണ്, ശിഷ്യന്മാർ വളരെ ശക്തമായി ഇവൾ നമ്മുടെ പുറകെ വന്ന് നമ്മളെ അസഹ്യപ്പെടുത്തുന്നു, അവളുടെ വാക്ക് കേട്ട് അവളെ സമാധാനപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇന്നത്തെ അത്ഭുതത്തിൽ അങ്ങനെയുള്ള യാതൊരു ആവശ്യവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അവിടെ ദൈവം തമ്പുരാൻ തന്നെ അവളെ ചേർത്ത് നിർത്തി 18 സംവത്സരമായി ഒട്ടും നിവരുവാൻ നിവൃത്തിയില്ലാതിരുന്ന സ്ത്രീയെ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ഈ 5 ഞായറാഴ്ചകളിലെയും അത്ഭുതങ്ങളിലെല്ലാം പരിപൂർണമായ രൂപാന്തരത്തിൻ്റെ അനുഭവങ്ങളാണ്. നിറവും മണവും ഗുണവുമില്ലാത്ത വെള്ളം വീഞ്ഞായി രൂപാന്തരപ്പെടുന്നു. ശരീരം മുഴുവനും കുഷ്ഠം കൊണ്ട് നിറഞ്ഞ മനുഷ്യൻ ഒരു ശിശുവിനെ പോലെ മനോഹര രൂപിയായി രൂപാന്തരപ്പെടുന്നു. ആർക്കും നടക്കുവാൻ പാടില്ലാത്തവരെ 4 പേരുടെ സഹായത്തോടുകൂടെ വന്നവനെ അവൻ്റെ കിടക്കയെടുത്തുകൊണ്ട് പോകുവാൻ അവനെ ശക്തിപ്പെടുത്തുന്നു. ജന്മന അന്ധനായവനെ നല്ല കാഴ്ചയുള്ളവനാക്കി രൂപാന്തരപ്പെടുത്തുന്നു. എല്ലായിടത്തും പരിപൂർണമായ രൂപാന്തരം വലിയ ഒരു സന്ദേശം നമുക്ക് തരികയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ആരോഗ്യത്തോടു കൂടിയാണ്. ഇന്ന് നമ്മെ ഏറെ ഭാരപ്പെടുത്തുന്നത് നമ്മുടെ രോഗമാണ്. ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് പല രോഗങ്ങളുടെ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തെളിയുകയാണ്. ചെറുപ്പക്കാർ പലവിധത്തെ രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്ന ഒരു കാലഘട്ടമാണ്. വാർദ്ധക്യമായാൽ പറയുകയും വേണ്ട. ആ വിധത്തിൽ ആരോഗ്യത്തോടെ ഓടി നടന്നിരുന്ന 10ഉം 90ഉം 100ഉം വയസ്സ് വരെ ആരോഗ്യത്തോടെ നടന്നിരുന്ന ഒരു സമൂഹത്തിൽ ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയാൽ പോലും പൂർണ്ണ ആരോഗ്യമില്ലാത്തവരെ കാണുവാൻ കഴിയും. അങ്ങനെ നമ്മെ ഏറെ ഭാരപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ആരോഗ്യസ്ഥിതിയെ പൂർണ്ണ രൂപത്തിലാക്കുന്ന വിവിധ സംഭവങ്ങളാണ് ഈ നൊയമ്പിൽ നാം വായിച്ചു കേൾക്കുന്നത്. അത് നമ്മുടെ സ്ഥിതിയെ മാറ്റുവാൻ, നമ്മുടെ സ്ഥിതിയുടെ ആ ക്രമീകരണങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ സൃഷ്ടാവിൻ്റെ അധികാരവും അതുപോലെ തന്നെയുള്ള അവകാശവും ഈ അവസരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരച്ചു കാണിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ആ ഫോണ് ചില സ്ഥലത്ത് വരുമ്പോൾ റേഞ്ച് കാണുകയില്ല. ആ റേഞ്ച് ഉള്ളിടത്തോട്ട് മാറി നിന്നാൽ മാത്രമേ ആ സംസാരം കേൾക്കുവാനോ പറയുവാനോ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സൃഷ്ടാവിന് അഭിമുഖമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ വേദനകളും രോഗങ്ങളും വ്യാധികളും ഒക്കെ മാറ്റി ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം നാം കാണുന്ന ഒരു വലിയ സംഭവമാണ്. അദ്ദേഹത്തെ ഗുരുവെന്ന്, അധ്യാപകനെന്ന്, ശ്രേഷ്ഠനായ ഗുരുവെന്നൊക്കെ വിളിക്കുമെങ്കിലും പുതിയ നിയമം മുഴുവനും നമ്മൾ അപഗ്രഥിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു പുരോഹിതനായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ദൗത്യം നിർവഹിക്കുന്നതിനേക്കാൾ കൂടുതൽ രോഗസൗഖ്യമാണ് പ്രധാനമായ ഊന്നൽ നൽകുന്നത്. അവൻ എവിടെ ഉണ്ട് എന്ന് കേട്ടാൽ ഉടനെ രോഗികളും വിവിധ വ്യാധികളും ബാധിച്ചവർ, പിശാചിനാൽ ആക്രമിക്കപ്പെടുന്നവർ, മാനസികമായി വലിയ ഭാരത്തിലിരിക്കുന്ന വലിയൊരു സമൂഹം അവൻ്റെ ചുറ്റും കൂടിയിരുന്നു. അവരെല്ലാവരെയും സൗഖ്യമാക്കിയിരുന്നു. ചിലർ മാത്രമേ ഉള്ളൂ പൂർണ്ണമായ സൗഖ്യം ലഭിക്കാതെ പോയി. കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ അത് ചില സന്ദർഭങ്ങളിൽ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്നത് അസാധ്യമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്.
ദൈവം ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ അത്ഭുതപ്പെടുകയുള്ളൂ. ദൈവം സർവത്തിനും കാര്യക്കാരനാണ്, സർവാധികാരിയാണ്, സർവശക്തനാണ്. പക്ഷേ അവനൊരു കാര്യത്തിൽ അത്ഭുതപ്പെടുന്നു. അവന് ചെയ്യാൻ പറ്റാത്തത് അവരുടെ വിശ്വാസഹീനതയിൽ അവൻ അത്ഭുതപ്പെട്ടു. അത്ഭുതങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നത് പോലെ നമ്മുടെ വിശ്വാസഹീനതയിൽ ദൈവം അത്ഭുതപ്പെടുകയാണ്. എന്താണ്? എത്രയെത്ര നന്മകൾ ജീവിതത്തിൽ ഉടനീളം ചെയ്തിട്ടും എന്താണ് ഇവൻ ഇങ്ങനെ തന്നെ പെരുമാറുന്നത്? അവൻ ഭൂമിയിലേക്ക് മാത്രം നോക്കി അവൻ്റെ കാല് മാത്രം കാണത്തക്ക വിധത്തിൽ അവൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത് കാണുമ്പോൾ അവനെക്കുറിച്ച് പരിതപിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ആരുടെയും നിർബന്ധം കൂടാതെ സൃഷ്ടാവ് സൃഷ്ടിയുടെ അടുത്തേക്ക് വരുന്നതിൻ്റെ ഒരു സൂചനയാണ്. 18 സംവത്സരമായി നിരന്തരമായി ദേവാലയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്, എല്ലാവർക്കും അറിയാവുന്നവരാണ്. പക്ഷേ ആ പ്രത്യേക സന്ദർഭത്തിൽ കർത്താവ് വിളിച്ച് ചേർത്ത് അവളെ നിവർന്നു നിൽക്കുകയാണ്. സഹോദരങ്ങളെ കാണുവാൻ, ദൈവത്തെ കാണുവാൻ തക്കവണ്ണം അവളുടെ ഹൊറൈസൺ വിപുലമാക്കുന്ന ഒരു അത്ഭുതമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഹൊറൈസൺ വളരെ ചെറുതാണ്. നമ്മളാകെ കാണുന്നത് നമ്മുടെ കാല് മാത്രമാണ്, അല്ലെങ്കിൽ ഞാനും ഭാര്യയും പിള്ളേരും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് വൃത്തം വരയ്ക്കുവാൻ നമുക്ക് ഒക്കുന്നില്ല. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്ന നമ്മളോട് സൃഷ്ടാവ് ആവശ്യപ്പെടുകയാണ്, നമ്മുടെ ഹൊറൈസൺ വീക്ഷണകോണുകൾ വിപുലമാക്കുമ്പോൾ സഹോദരൻ്റെ ദുഃഖം കാണുവാൻ നമുക്ക് സാധിക്കും, ലോകത്ത് വരുന്ന മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. അഭിയൊന്നയ ക്ലീമി സിനിമേനെയൊക്കെ എപ്പോഴും പറയുന്നതാണ്, പ്രകൃതിയിലെ മാറ്റങ്ങൾ. തോടുകൾ വറ്റുന്നു, പ്രകൃതി വല്ലാതെ ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്നു. കാട്ടിലെ മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വരികയാണ്, വെള്ളം കിട്ടുന്നില്ല. അതിനെന്ത് ചെയ്താലും അതിന് മാറ്റമില്ല, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ അഹങ്കാരം ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീക്ഷണകോണിൽ മാറ്റം വരുമ്പോഴാണ് അടുത്ത തലമുറയ്ക്കൂടെ ഉപയോഗിക്കേണ്ടതാണ് ഈ ലോകം എന്ന ചിന്ത പരിമിതമായി ഉപയോഗിക്കുവാൻ, ജീവിതത്തെ ക്രമീകരിക്കപ്പെടുവാൻ, ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ആ വിധത്തിലുള്ള മിതത്വം പാലിക്കുവാൻ സാധിക്കണം. ഇന്നത്തെ ചെറുപ്പക്കാരെയൊക്കെ നോക്കിയാൽ നമുക്കറിയാം, പണ്ട് പള്ളിപ്പൊതിയൊക്കെ കൂടുമ്പോൾ കള്ളു കുടിച്ചവനെ മണം കൊണ്ടെങ്കിലും തിരിച്ചറിയാമായിരുന്നു. അതിന് കണ്ട് ഇപ്പോഴേ മണവും ഇല്ല, ഗുണവും ഇല്ല, വളരെ ക്രൂരമായി പെരുമാറുന്ന അനുഭവമാണ്. ഈ അടുത്ത ദിവസം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ അമ്മ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ചട്ടിയും കാലും എല്ലാം പൊട്ടിച്ചു, അപ്പനെയും അമ്മയും അടിച്ചു, ആകെ പ്രശ്നം. അവസാനം പോലീസ് വന്നാണ് കൊണ്ടുപോയത്. അന്വേഷിച്ചപ്പോഴാണ് അവൻ മയക്കുമരുന്നിന് അടിമയാണ് എന്നുള്ളത്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കുടുംബമാണ്. അവർക്ക് അത്ഭുതമാണ്, എങ്ങനെയാണ് ഈ തൻ്റെ ഓമന പുത്രൻ ഇങ്ങനെ രൂപാന്തരപ്പെടുന്നത്. അവരുടെ ജീവിതത്തെ മുഴുവൻ താറുമാറാക്കിയ അനുഭവമാണ്. അതുകൊണ്ട് പണ്ടൊക്കെ പുതിയൊക്കെ നടത്തുമ്പോൾ അച്ഛന്മാർക്ക് ധൈര്യമാണ്, ഇങ്ങനെയുള്ളവരെ അല്പമെങ്കിലും നമ്മുടെ സെൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ അതുപോലും സാധ്യമാകാത്ത വിധത്തിൽ നമ്മുടെ രൂപഭാവങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെങ്ങനെ പെരുമാറുന്നു എന്നറിയാൻ പാടില്ല. എത്ര ക്രൂരമായിട്ടാണ് സഹജീവികളെ നശിപ്പിക്കുന്നതിൽ വിദ്യ അഭ്യസിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഒരു ധാർമ്മിക മൂല്യങ്ങളുമില്ലാതെ എത്ര സ്വാർത്ഥമായി പെരുമാറുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഹൊറൈസൻ്റെ വിപുലത, അത് സൃഷ്ടാവിന് മാത്രമേ നമ്മെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ കാണുന്നത് നമ്മുടെ കാല് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സഹോദരങ്ങളെ കാണുവാൻ, പ്രകൃതിയെ വീക്ഷിക്കുവാൻ, സൃഷ്ടാവിനെ നോക്കുവാൻ ഒന്നും സാധ്യമാകുകയില്ല. അത് ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുമ്പോഴേ നമ്മുടെ രൂപമെല്ലാം മാറും. അങ്ങനെ ആരും ആവശ്യപ്പെടാതെ തന്നെ അവളെ ചേർത്ത് നിർത്തി ഒട്ടും നിവരുവാൻ കഴിവില്ലാത്തവളെ നേരെ നിന്ന് ദൈവത്തെ സൗഖ്യമാക്കിയതുപോലെ, പ്രിയമുള്ളവരെ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കൂനുകൾ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മൾ വിചാരിക്കും ആര് വിചാരിച്ചാലും നടക്കുകയില്ല എന്നുള്ള
പല അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലുമുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തും. അവൻ നമ്മുടെ സ്ഥിതി മാറ്റും. നമ്മുടെ വീക്ഷണകോണുകൾക്ക് വ്യത്യാസം വരുത്തും. ജീവിതത്തിന് രൂപാന്തരം വരുത്തും. ആ ഇളയപുത്രൻ വന്നപ്പോൾ പിതാവ് സന്തോഷിച്ചപ്പോൾ മൂത്തപുത്രൻ വളരെ പരിമിതമാണ്. നീ ആ നശിപ്പിച്ച മകൻ വന്നപ്പോൾ തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു. എനിക്കൊരു കോഴിയെ പോലും തന്നില്ല, ഒരാടിനെ പോലും തന്നില്ല. അവൻ്റെ പരിമിതമായതാണ്. പക്ഷേ ആ അപ്പൻ പറയുകയാണ്, അവൻ നശിച്ചവനായിരുന്നു, മരിച്ചവനായിരുന്നു, അവൻ തിരികെ വന്നു. അവൻ്റെ പിന്നത്തെ മനോഭാവത്തെക്കുറിച്ചൊന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ല. നമ്മൾ പലപ്പോഴും ഇതുപോലെ പരാതിപ്പെടുന്നവരാണ്. നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പരാജയമുണ്ടാകും. കാലം ചെയ്യുന്ന മാത്യൂസ് മാർ ബർണബാസ് തിരുമേനി എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. സ്വർഗത്തിലും നരകത്തിലും പായസം ഉണ്ടാക്കി. സ്വർഗത്തിലും നരകത്തിലും നല്ല പായസമാണ് ഉണ്ടാക്കിയത്. പക്ഷേ ആളുകളുടെ കൈയെ തവി ചേർത്ത് വെച്ചിരിക്കുകയാണ്. കൈ മടക്കാനൊക്കുകയില്ല. എല്ലാവരും പായസം കോരുന്നുണ്ട്, ആരുടെയും വായിലോട്ട് ചെല്ലുന്നില്ല. നരകത്തിൽ ആകെ പ്രയാസമാണ്. എന്നാൽ സ്വർഗത്തിൽ ഓരോരുത്തരും കോരി മറ്റൊരുവിന് കൊടുത്തു. എല്ലാവരും സംതൃപ്തരായി. അദ്ദേഹം പല പ്രാവശ്യം ആ കഥ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ സ്വാർത്ഥത നമുക്കും തൃപ്തിയാകുകയില്ല, സമൂഹത്തിനും തൃപ്തിയാകുകയില്ല. നമ്മുടെ നോട്ടം നമ്മളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്കും പ്രയോജനപ്പെടുകയില്ല, സമൂഹത്തിനും പ്രയോജനപ്പെടുകയില്ല. നമ്മുടെ നോട്ടം ദൈവത്തെങ്കിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി, മറ്റുള്ളവർക്ക് അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തും.